ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫർ വന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഒരു ടോപ്പ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ആയിട്ടുള്ള പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡാണ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റുക. ആക്സിസ് ബാങ്കിൻ്റെ തന്നെ മൈസോൺ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആക്സിസ് ബാങ്കിൻ്റെ പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് വളരെ ക്വിക്കായിട്ട് കാണാം. മാർച്ച് 31 വരേക്കും മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. മാർച്ച് 31 ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ജോയിൻ ഫീ വരുന്നത് 1500 രൂപയാണ്. ആനുവൽ ഫീ വരുന്നത് 1500 രൂപ പ്ലസ് GST ആണ്. ഈ ഒരു ആനുവൽ ഫീ ഒഴിവാക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 1500 രൂപ എന്ന ആനുവൽ ഫീ ഒഴിവാക്കിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കാർഡിൻ്റെ സ്പെൻഡ് ഏകദേശം 5 lakh rupees മുകളിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ഹാവ് ടൈം ടിൽ 31 മാർച്ച്. അപ്പോൾ നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് കാർഡിൻ്റെ ഇൻ്റർഫേസിലാണ്. ലിമിറ്റഡ് പീരീഡ് ഓഫർ എന്ന് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടിൽ 31 മാർച്ച്. 1500 ആണ് ഇതിൻ്റെ ജോയിൻ ഫീ മാനുവൽ ഫീ വരുന്നത്. ഇപ്പോൾ എടുക്കുന്നവർക്ക് അത് 0 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഓഫറിൻ്റെ ഡീറ്റെയിൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഏകദേശം 10,000 എഡ്ജ് റിവാർഡ് പോയിന്റ്സ് ആണ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് ഈ ഒരു കാർഡ് ഹോൾഡേഴ്സിന് കിട്ടാൻ പോകുന്നത്. അത് 2000 രൂപയുടെ അടുത്ത് വർത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 20 പൈസയാണ്. സോ 10,000 എഡ്ജ് റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ്. അത് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു സ്പെൻഡ് 2.5 lakh rupeesന് മുകളിലായിരിക്കണം ഒരു വർഷത്തിൽ, എങ്കിലാണ് ആ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് കിട്ടുന്നത്. 2.5 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 2000 രൂപ നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് കിട്ടും. ദാറ്റ്സ് വാട്ട് ഇൻ ഷോർട്ട് ആൻഡ് സിമ്പിൾ. എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. ലോഞ്ച് ആക്സസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വാർട്ടർലി 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതായത് 50,000 രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വാർട്ടർലി കേട്ടോ, അതായത് 3 മാസം കൊണ്ട് 50,000 രൂപയ്ക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമാണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ലോഞ്ച് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ലോഞ്ചസ് ഒക്കെയാണ് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റുക. ഈ എൻകാം ലോഞ്ച്, അതുപോലെ തന്നെ ന്യൂഡൽഹി ഡൊമസ്റ്റിക് ടെർമിനൽ 2 ലോഞ്ച്, അങ്ങനെ കുറേ ലോഞ്ച് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഓരോ കാർഡിനും ഓരോ ലോഞ്ച് ആയിരിക്കും കേട്ടോ. അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മൈസോൺ കാർഡ്, അതുപോലെ തന്നെ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ ഈ ലിസ്റ്റിൽ. പ്രിവിലേജ് കാർഡൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ പ്രിവിലേജ് കാർഡ് അവൈലബിൾ ആയിട്ടുള്ള ലോഞ്ചിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ 3 ലോഞ്ചിലുണ്ട് കേട്ടോ. പിന്നെ കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് അറിയേണ്ടതായിട്ടുള്ളതായിരിക്കും. പിന്നെ ഇതിൽ 2 കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്വാർട്ടർലി നിങ്ങൾക്ക് 2 തവണ ലോഞ്ച് വിസിറ്റ് ചെയ്യാം. സോ ഒരു വർഷം 8 ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. ഡൈനിങ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്സിസ് ബാങ്കിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടുന്നുണ്ട്. ഏകദേശം 800 rupees വരെ നമുക്ക് ഈ ഒരു കാർഡ് ഹോൾഡേഴ്സിന് ഈസി ഡൈനർ പ്രോഗ്രാമിലൂടെ ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫ്യൂവൽ ഫിൽ ചെയ്യുന്ന സമയത്ത്, ക്രെഡിറ്റ് കാർഡ് വഴി എപ്പോഴും നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്ന സമയത്ത് 400 രൂപയ്ക്കും അല്ലെങ്കിൽ 4000 രൂപയ്ക്കും ഇടയിലായിരിക്കണം ഫിൽ ചെയ്യേണ്ടത്. 200 രൂപക്കൊക്കെ നിങ്ങൾ ഫിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്യൂവൽ സർചാർജ് വേവർ നമുക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു വേവർ നമുക്ക് കിട്ടുന്നുണ്ട്. മാക്സിമം ബെനിഫിറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നിങ്ങൾക്ക് 400 രൂപ വരെ കിട്ടുന്നുണ്ട്. പല കാർഡ്സ് 100-200 തരാറുള്ളത്. ബട്ട് ഈ ഒരു കാർഡിൽ 400 രൂപ വരെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യുന്ന സമയത്ത് 400 രൂപയ്ക്ക് മുകളിൽ ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ 4000 രൂപയ്ക്ക് താഴെ, അതായത് ഇൻ ബിറ്റ്വീൻ 4000 to 400 ആ ഒരു റേഞ്ചിലായിരിക്കണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്യേണ്ടത്. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ആസ് യുവർ വിഷ്. അതാണ് ഇതിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ്സ്, നമുക്ക് ഓരോ 200 രൂപ ചിലവഴിക്കുമ്പോഴും എഡ്ജ് റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് ആണ്. ഇൻഷുറൻസ്, റെൻറ്റ്, ഫ്യൂവൽ, എഡ്യൂക്കേഷൻ സർവീസ്, യൂട്ടിലിറ്റി, അതുപോലെ ഗവൺമെൻറ്, MCC ഈ മെർച്ചൻ്റ് കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ക്യാഷ് ബാക്ക് കിട്ടുന്നതല്ല, അല്ല ഈ എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടുന്നതല്ല. കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റും ഈ ഒരു കാർഡ് ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. അപ് ടു 1 lakh rupeesൻ്റെ ഒരു പർച്ചേസ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് ഷീൽഡ് 1 lakh rupeesൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. ലോസ് ട്രാവൽ ഡോക്യുമെൻറ്റ് കവർ അപ് ടു $300 വരെ കിട്ടുന്നുണ്ട്. ചെക്ക് ഇൻ ബാഗേജ് ഡിലേ വന്നു കഴിഞ്ഞാൽ $300 വരെ ഒരു ബെനിഫിറ്റ്, ഒരു കവർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ഇൻ ബാഗേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ $500 അതിൻ്റെ ഒരു കവറും കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇൻഷുറൻസ് ബെനിഫിറ്റ്. പിന്നെ ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 12,500 എഡ്ജ് റിവാർഡ് പോയിന്റ്സ്, ദാറ്റ് മീൻസ് 2500 രൂപയുടെ വൗച്ചേഴ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഫസ്റ്റ് ഈ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വിത്തിൻ 30 days ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ RBIയുടെ പുതിയ റെഗുലേഷൻ പ്രകാരം കാർഡ് ഡീആക്ടിവേറ്റ് ആകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആക്ടിവേഷൻ ബെനിഫിറ്റ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം നിങ്ങൾക്ക് ഈ ഒരു പിന്നെ വൗച്ചേഴ്സ് കിട്ടുന്നതാണ്. പിന്നെ വെനസ്ഡേ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓഫേഴ്സും ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. 15% ഓഫ് നമുക്ക് ഗോയ് ബീവോ മേക്മെൻട്രി പ്ലാറ്റ്ഫോംസിലൂടെ ഫ്ലൈറ്റ്സിന് കിട്ടുന്നുണ്ട്, ഹോട്ടൽ ബുക്കിങ്ങിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിഗ്ഗി വഴി, ആമസോൺ ഫ്രഷ് വഴി നമുക്ക് 10% ഓഫ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തിര പ്ലാറ്റ്ഫോംസ് വഴി 10% ഓഫും കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കാർഡ് ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത്. ജോയിൻ ഫീ, മാനുവൽ ഫീ ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. ഫീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ നല്ലപോലെ കുറച്ചൊക്കെ ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ നല്ലപോലെ കാർഡ്സ് ഉപയോഗിച്ചിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ലോഞ്ച് ആക്സസ് ഒക്കെ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉണ്ട്. ഓൾസോ നല്ല റിവാർഡ് പോയിന്റ്സും ഈ ഒരു കാർഡിൻ്റെ ഭാഗമാണ്. ആക്സിസ് പ്രിവിലേജ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കാർഡിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനായിട്ട് ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അക്കൗണ്ട് ഉള്ളവർക്കും അക്കൗണ്ട് ഇല്ലാത്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്രൂവലും കിട്ടുന്നതാണ്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.